നിങ്ങൾക്ക് വലിയ ഭരണ നേട്ടം അവകാശപ്പെടാൻ കഴിയുമ്പോൾ നിങ്ങളുടെ വലിയ തോതിലുള്ള വീഴ്ച, നിങ്ങളെ ഇപ്പോൾ ശബരിമലയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ശബരിമല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വത്ത് നോക്കി നടത്താനും അവിടുത്തെ കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ജനം നിങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷമായി. അതിന് മുൻപ് നടന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി എല്ലാവരെയും ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ് 10 വർഷമായി. അതിന് മുമ്പ് ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആര് മോഷ്ടിച്ചാലും പിടിക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ തന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനിരുന്ന മുതൽ അവിടെ ഇല്ല, നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന പരിപാടി നിങ്ങൾക്കൊരു ജാഗ്രതയും ഉണ്ടായില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വീഴ്ത്താൻ പോകുന്ന ഒരു വജ്രായുധമായിരിക്കുമോ CMB രാജേഷ്? ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ ശബരിമലയെ പറ്റി ഒരു ചോദ്യം പോലും വരാതിരുന്നത് എന്ന്. ഒരു മാസം മുമ്പ് അല്ലെ 2 ആഴ്ച മുമ്പാണെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ തുടങ്ങുക ഇത് വെച്ചാകുമായിരുന്നു. ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ മോശമായി പോകുമല്ലോ എന്ന സ്ഥിതിയിലായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം ശബരിമലയുടെ കാര്യത്തിൽ. പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ ശബരിമല എന്ന് പറയാൻ ഒട്ടും ഉത്സാഹം ഇപ്പം ഇല്ല. പാരഡി പാട്ടും ആരും പാടുന്നതായിട്ട് കേൾക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്ന SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇത് 20 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് എന്നും UDF ഭരണകാലത്ത് പഞ്ചലോഹത്തിൽ തീർത്ത വളരെ അമൂല്യമായിട്ടുള്ള പുരാവസ്തു കൈമാറിയതുൾപ്പെടെയുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും അത് അവിടുത്തെ ദേവസ്വം ബോർഡിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നെല്ലാമുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തു. കോടതി അംഗീകരിച്ചു. അന്വേഷിക്കാൻ കോടതി അനുമതിയും നൽകി. അതിനു പുറമെ ഈ കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റേയാളുടെ പേരെന്തായിരുന്നു, ബെല്ലാരിക്കാരനൊരു കഥാപാത്രം ഗോവർദ്ധൻ, ഇവരെല്ലാം ഒറ്റ ഫ്രെയിമിൽ വന്നത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്നതും വന്നതോടുകൂടി ശബരിമല പതുക്കെ പതുക്കെ വാർത്തകളിൽ അപ്രധാനമാവുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് നേതാക്കളുടെ വീറും വാശിയും ഒക്കെ കുറഞ്ഞു വരികയോ ചെയ്യുന്നതാണ് കാണുന്നത്. ഞാനൊരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, എന്നോടൊരു ചോദ്യം വന്ന സമയത്ത്, ശബരിമല ഇനിയും ഉന്നയിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന്. പിന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശബരിമലയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെ വീറും വാശിയും ഒക്കെ എവിടെ പോയി? ഒന്നുകൂടി പാടൂ ആ പാരഡി പാട്ട് എന്നാണ് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നല്ല, നിങ്ങളെ 10 വർഷം ഭരിക്കാൻ ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്തില്ല എന്നാണ്. കോൺഗ്രസിനെ കുത്തും എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെടൽ നടത്തിയ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അല്ലാതെ ശബരിമലയിൽ കുഴപ്പം നടക്കുന്നു, കോൺഗ്രസ്സുകാരുടെ കാലത്ത് മോഷണം നടന്നു നിങ്ങൾ കണ്ടെത്തിയ ഒരു ദേവസ്വം വിജിലൻസ് അന്വേഷണമൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള തർക്കത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ കാര്യമൊക്കെ ചോദിക്കാം. ഒരു പബ്ലിക്കിന്റെ ചോദ്യം എന്താണ്, സോണിയാഗാന്ധി കട്ട മുതലിന് കൂട്ടുന്നെങ്കിൽ അവരെയും എന്തേ പിണറായി വിജയൻ പിടിക്കാത്തെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെയുള്ളൂ. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ശബരിമല നിങ്ങളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വലിച്ചിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് നിയമസഭയിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെയാണല്ലോ പ്രധാനികൾ ഇപ്പോഴും ഉള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. ജനം നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ സൂക്ഷിച്ചില്ല എന്ന പ്രശ്നം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലില്ലേ? അല്ല, നിങ്ങൾ ബെയിൽ ഔട്ട് ചെയ്യാൻ നോക്കിയാലൊന്നും UDF രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹൈക്കോടതി പറഞ്ഞില്ലേ അത് മുതൽ അന്വേഷിക്കാൻ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവർ കയറിയത് നിങ്ങൾക്ക് അപ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നില്ലേ? ചെറിയ കാര്യമാണോ? ഈ ശബരിമല കൊള്ളയിലെ മുഖ്യ സൂത്രധാരന്മാർ മുഴുവൻ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലെത്തുകയും അവരുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണമായ നിഷ്കളങ്കമായിട്ടുള്ള കാര്യമാണ്. സോണിയാഗാന്ധിയുടെ സ്ഥാനത്ത് നിങ്ങളൊരു മിനിറ്റ് സങ്കല്പിക്കൂ, പിണറായി വിജയനായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു കേരളത്തിൽ ഇവര് നിങ്ങളെല്ലാം കൂടി ആളിക്കത്തിക്കുമായിരുന്നത്? എങ്ങനെയാകുമായിരുന്നു? ഇനി പിണറായി വിജയൻ മാറി MA ബേബി ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു കേരളത്തിൽ അതിനെ അവതരിപ്പിക്കുമായിരുന്നത്? അതുകൊണ്ട് ലഘൂകരിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ നിങ്ങൾ ജാമ്യത്തിലെടുക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ UDFന്റെ കൊള്ളയാണ്, CPIM ഇതിലൊരു പങ്കാളിത്തവും ഇല്ല, CPIMകാർക്കോ ഭരിക്കുന്ന സർക്കാരിന് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിടുതലും നൽകുകയും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് അവരെ തോൽപ്പിക്കുകയും ചെയ്യും. അതിന്റെ പിന്നാലെ വാസുവിനെയും പത്മകുമാറിനെയും കോടതി ഇറക്കി വിടുകയും ചെയ്യും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരിപ്പോഴും ജയിലിൽ തന്നെയല്ലേ? നിങ്ങളിപ്പോൾ
തിരക്കൊന്നും കൂട്ടണ്ട, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന്. പ്രതിപക്ഷ നേതാവ് SITക്കെതിരെ രംഗത്ത് വന്നു. ശരിയായ ദിശയിലാണെന്ന് പറയുമ്പോൾ CPM-ന്റെ നേതാക്കൾ അകത്ത് കിടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണെന്നതിന്റെ അർത്ഥം. അല്ലാതെ തന്ത്രിയെ പിടിച്ചു, അവസാനം തന്ത്രിയെ പിടിച്ചപ്പോ പത്മകുമാറിനെ ഇറക്കി വിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനുള്ള സാധാരണ ശബരിമലയുടെ കാര്യത്തിൽ ചോദ്യം വരുമ്പോൾ മറുപടി പറയാൻ നിങ്ങളങ്ങ് വിട്ടുതരാറാണ് പതിവ്. ഇപ്പൊ മറുപടി പറയാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് SIT അന്വേഷണം ശരിയായ ദിശയിലാണ്, അതിൽ ഉൾപ്പെടുത്തിയ ആളുകൾ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ് എന്ന് മറുപടി പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഹൈക്കോടതിക്ക് തന്നെ നൽകേണ്ടി വന്നു. നിങ്ങളെക്കുറിച്ചും ഉണ്ട് കേട്ടോ ഹൈക്കോടതിയുടെ പരാമർശം, അറിയാമല്ലോ. നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം ഒരു ലജ്ജയുമില്ലാതെ നിങ്ങൾക്കെതിരായി കോടതി പറഞ്ഞ രൂക്ഷമായ വാക്കുകൾ മുക്കിയെങ്കിലും ഹൈക്കോടതി രൂക്ഷമായി പറഞ്ഞു അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങളെല്ലാം എത്ര ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം പുറത്തു വരണം എന്ന് നിങ്ങളെക്കാൾ എല്ലാം ആഗ്രഹിക്കുന്നവർ ഞങ്ങളാണ്. സത്യം പുറത്തു വരുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളൊരു പാട്ട് അപ്പ പാടാം.